Organisms with supernatural powers are always fascinating, but they are no more restricted to fiction stories. They are now practical in our scientific world. ഓർഗാനിസംസ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്പൈഡർമാനെ ഇഷ്ടമാണ് അല്ലേ? നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും സ്പൈഡർമാനെ അറിയാം. എന്നാൽ സ്പൈഡർമാന് ചില എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉണ്ട്. അത് ഇത്തരം സ്റ്റോറീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ് കാരണം ഇപ്പോൾ നമുക്ക് ചിലതൊക്കെ ഇതുപോലെ നമുക്ക് ചുറ്റും ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഒരു എലി, അത് നിങ്ങൾക്ക് ഇവിടെ അറിയാവുന്ന കേസ് 2 എക്സാമ്പിൾ പറയാം. എലി സാധാരണയായിട്ട് രാത്രിയിൽ തിളങ്ങാറില്ല അല്ലേ? റാറ്റ് വിൽ നോട്ട് ഗ്ലോ അറ്റ് ഡാർക്ക്നെസ്. ആൻഡ് ആൾസോ ദർ ആർ സർട്ടൻ പ്ലാന്റ്സ് വിച്ച് ക്യാൻ റെസിസ്റ്റ് ഇൻസെക്റ്റ് ഓർ ദേ കിൽ ദി ഇൻസെക്ട്സ്. ഈ 2 കേസും ഇപ്പോൾ സാധ്യമാണ്. എങ്ങനെയാണ്? ദാറ്റ് ഈസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് അവർ ബയോടെക്നോളജി വന്നതിലൂടെ ഇത്തരം ചില എക്സ്ട്രാ ഓർഡിനറി കഴിവുകൾ, കപ്പാസിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. സോ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ, എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ. What is meant by transgenic organisms? Transgenic organisms are genetically modified organisms, that is GMOs in short. What is transgenic or what is genetically modified? An organism which contains the DNA from another organism integrated into its genomic DNA. ട്രാൻസ്ജീനിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. അവിടെ എങ്ങനെയാണ് ആ ഓർഗാനിസം ജെനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ GMO ആയി മാറുന്നത്? അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി പഠിച്ചവരാണ്. ഒരു ഓർഗാനിസത്തിൻ്റെ DNA-യിൽ മറ്റൊരു ഓർഗാനിസത്തിൻ്റെ DNA കൊണ്ടുവന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജീനോമിക് DNA ആൾട്ടർ ചെയ്യുന്നു. അതുവഴി അതിൻ്റെ ജീനോടൈപ്പ് ആൾട്ടർ ചെയ്യുന്നു. ജീനോടൈപ്പ് ആൾട്ടർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് മാറുന്നു? ഫീനോടൈപ്പും മാറും അല്ലേ? അത് നിങ്ങൾ പഠിച്ചതാണ്. ദറ്റ് ഈസ് ട്രാൻസ്ജീനിക് ഓർഗാനിസംസ്. അങ്ങനെ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒരുപാടുണ്ട്. ഗോൾഡൻ റൈസും BT കോട്ടണും ഒക്കെ നിങ്ങൾ കേട്ടുള്ളതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ കേസിൽ ആ എലി, സാധാരണയുള്ള എലി രാത്രിയിൽ തിളങ്ങാറില്ല. എന്നാൽ ഈ എലിയിലെ ഒരു ഡിഫറൻറ്റ് ഓർഗാനിസത്തിൻ്റെ ഇങ്ങനെ ഫ്ലോറസൻ കപ്പാസിറ്റി, ഇങ്ങനെ തിളങ്ങാൻ കഴിവുള്ള ആ DNA, ആ ജീനിനെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്താൽ ആ എലി രാത്രിയിൽ തിളങ്ങുന്നതായിട്ട് മാറ്റാൻ പറ്റും അല്ലേ? അതാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞത്. ദെൻ BT cotton. BT cotton means, is it BT, the prefix BT, is it means biotechnology? No, it means Bacillus thuringiensis. It is a bacteria, and that bacteria comes as a rescue for the cotton plant. BT എന്ന് പറയുന്ന Bacillus thuringiensis എന്ന ബാക്ടീരിയയുടെ ഷോർട്ട് ഫോമാണ്. അത് കോട്ടൺ പ്ലാന്റ്സിന് രക്ഷകനായിട്ട് വന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് ആ കോട്ടൺ പ്ലാന്റ്സിന് രക്ഷകനായിട്ട് വന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫ്രേസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ദി എനിമി ഓഫ് മൈ എനിമി ഈസ് മൈ ഫ്രണ്ട്. സോ ഹിയർ കോട്ടൺ പ്ലാന്റ്സ് എനിമി ഈസ് എ കോട്ടൺ ബോൾവർമ്സ്. ഇറ്റ്സ് ആൻ ഇൻസെക്ട് വിച്ച് അറ്റാക്ക് ഓൺ ഇറ്റ്. The cotton bollworm's enemy is the Bacillus thuringiensis, because Bacillus thuringiensis can produce certain toxins which kill the cotton bollworms. So the cotton plant's enemy is bacteria, that is now the cotton plant's friend. Okay, that is the enemy of my enemy is my friend. കോട്ടൺ പ്ലാന്റിൻ്റെ എനിമിയാണ് ആര്? കോട്ടൺ ബോൾവർമ്സ് എന്ന് പറയുന്ന ഇൻസെക്റ്റ്, ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ കോട്ടൺ ബോൾവർമ്സിൻ്റെ എനിമിയാണ് ബാസിലസ് തൈറിയൻസിസ്. അതെന്തുകൊണ്ടാണ്? ബാസിലസ് തൈറിയൻസിന് ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട്. ആ ടോക്സിൻ ഈ ഇൻസെക്റ്റിനെ കൊല്ലുന്നതാണ്. അതുകൊണ്ട് കോട്ടൺ പ്ലാന്റിൻ്റെ എനിമിയുടെ എനിമി ആയ ബാസിലസ് തൈറിയൻസിസ് കോട്ടൺ പ്ലാന്റിൻ്റെ ആരായിരിക്കും? ഫ്രണ്ടായിരിക്കും. ആ ഒരു കപ്പാസിറ്റിയാണ് ഇവിടെ ജെനറ്റിക്, ദിസ് ഈസ് എക്സ്പ്ലോയിറ്റഡ് ബൈ ജെനറ്റിക് എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഹൗ വി ക്യാൻ സീ ദി ബാസിലസ് തൈറിയൻസിസ് പ്രൊഡ്യൂസസ് സർട്ടൻ പ്രോട്ടീൻസ് ദാറ്റ് ക്യാൻ റെസിസ്റ്റ് certain insects like cotton bollworms, beetles, etc.
These proteins or Bt toxins are encoded by certain genes. They are said to be crygenes. And these crygenes are not poisonous to Bacillus thuringiensis. ഇവിടെ ഈ ബാസിലസ് തൈറൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ചില പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ പ്രോട്ടീൻസ് ടോക്സിൻസ് ആണ്. അവയ്ക്ക് ചില ഇൻസെക്റ്റിനെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. അതായത് കോട്ടൺ ബോൾ വോംസും ബീറ്റിലിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ടോക്സിൻസിനുണ്ട്. ഈ ടോക്സിനെ എൻകോഡ് ചെയ്യുന്ന ജീനിനെ പറയുന്ന പേരാണ് ക്രൈജീൻസ്. അപ്പോൾ ഈ ക്രൈജീൻസ് ഈ ബാക്ടീരിയക്കകത്തുണ്ട്. ഏതിലാണ്? ബാസില്ലസ് തൈറിയൻസിസിൽ. എന്നാൽ അങ്ങനെയുള്ളപ്പം ഈ ബാസില്ലസ് തൈറിയൻസിസിന് ഇത് ടോക്സിൻ ആയതുകൊണ്ട് ഇത് അഫക്റ്റ് ചെയ്യുമോ? ഇല്ല. കാരണം ബാസില്ലസ് തൈറിയൻസിസിനകത്ത് ഉള്ള pH എന്ന് പറയുന്നത് ഈ ക്രൈജീനിന് ഇന്നാക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന pH ആണ്. അതേസമയം ഒരു ഇൻസെക്റ്റ് വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഇൻസെക്റ്റിൻ്റെ ഗട്ടിലെ pH ഈ ക്രൈജീനിനെ ആക്റ്റീവാക്കി മാറ്റുന്നതാണ്. അങ്ങനെ ആക്റ്റീവായാൽ whenever an insect bite on this crygenes become activated and it kills the insect. അവിടെ ആ ഇൻസെക്റ്റിൻ്റെ ഉള്ളിലുള്ള ആ ലൈനുകളിൽ ചെറിയ ഹോൾസ് അല്ലെങ്കിൽ വിള്ളലുകൾ ഉണ്ടാക്കി അത് പൊട്ടി അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ വാള് ബ്രേക്ക് ചെയ്ത് ഇൻസെക്റ്റ് ഡെഡായി പോവുകയാണ് ചെയ്യുന്നത്. So that crygene is taken from that bacteria and inserted into the cotton plant. ആ ക്രൈജീനിനെ ബാക്ടീരിയയിൽ നിന്നെടുത്ത് കോട്ടൺ പ്ലാന്റിലോട്ട് ഇൻസെർട്ട് ചെയ്യുന്ന അത് വേറെ പല മെത്തേഡിലൂടെയാണ്. ആ മെത്തേഡുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കും. അങ്ങനെ വരുമ്പം ഈ കോട്ടൺ പ്ലാന്റ് BT കോട്ടൺ പ്ലാന്റായിട്ട് മാറി. BT ക്രൈജീൻ ഉള്ളതുകൊണ്ട്, ബാസിലസ് തൈറിയൻസിസ് ഉള്ളതുകൊണ്ട്, ആ ജീൻ ഉള്ളത് കൊണ്ട് അതിനെ BT കോട്ടൺ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ ട്രാൻസ്ജീനിക് ഓർഗാനിസംസ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന് നമ്മൾ BT കോട്ടൺ ഓർ BT എന്നുള്ള പേര് കൊടുക്കും. BT മീൻസ് ബാസിലസ് തൈറിയൻസിസ് ആണ്. ആ ബാക്ടീരിയയിലുള്ള ജീൻ, അതായത് ടോക്സിക് ആയിട്ടുള്ള ആ ടോക്സിക് പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ക്രൈജീനെ ആ ബാക്ടീരിയയിൽ നിന്ന് എടുത്ത് ഈ പ്ലാന്റിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് അതിന് BT കോട്ടൺ എന്നുള്ള പേര് കിട്ടിയേക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ?